നമസ്കാരം. 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 ശബരിമല വളരെ വിവാദമായി കത്തിപ്പടരുകയാണ്. അതെ, വളരെ പവിത്രമായി കരുതിയിരുന്ന പലരും, ഒരുപക്ഷെ മലയാളിക്കും നമ്മുടെ നാടിനും മലയാളികൾ എവിടെയുണ്ട് ലോകത്തിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. അതെ, വളരെ വലിയ വിവാദങ്ങളിൽ പെട്ടിരുന്നപ്പോഴും പവിത്രമാണെന്ന് കരുതിയ പലരും, അല്ലെങ്കിൽ പരിശുദ്ധമായിരുന്ന കരുതി ഇപ്പോഴും പലർക്കും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ശബരിമലയെ കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളും അറിവ് കുറവുകളും ആളുകളുടെ ഇടയിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്ത്രികളുടെ ഒരു അറിവിലുള്ള ചില സംഭവങ്ങൾ? ശരിക്കും ശബരിമല എന്ന് പറയുന്നത് ഒരു സമാധി സ്ഥലമാണ്. ഈ സമാധി സ്ഥലം എന്ന് നമ്മൾ പറയുമ്പോൾ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സംഗതി അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. പൂർവകാലം മുതൽ ശരിക്കും മല അരയന്മാരായിരുന്നു ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നത്. അത് ശരിക്കും മണിമണ്ഡപവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം അവർക്കുള്ള മൂർത്തി ബന്ധങ്ങളെ കുടിയിരുത്തുന്നിരുന്ന ഒരു സ്ഥാനവും ആയിരുന്നു. ശരിക്കും പൂർവകാലത്തെ ഒരു ചരിത്രം എടുത്താൽ കരിമല അരയൻ, രണ്ടാമത്തത് കാൽനാനി അരയൻ, കോർമന അരയൻ, ഇങ്ങനെ 3 പൂജാരികളെ പറ്റി നമ്മൾക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയും. അത് ആദിവാസ ഗോത്ര സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അന്നത്തെ കാലത്തെ പൂജാവിധികൾ ചെയ്തു പോന്നിരുന്നത്. പിന്നീട് ഒരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ ക്ഷേത്രം കത്തിക്കുകയും അതോടൊപ്പം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അന്ന് രാജാവായിരുന്ന ആൾ ഇത് കൊച്ചുമ്മൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറെ ഈ ക്ഷേത്രം പണിയാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവിടെ ശരിക്കും ഈ പറയുന്ന ഈ തന്ത്ര വിധിപ്രകാരമുള്ള കാര്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങളല്ല അവിടെ ചെയ്തിരുന്നത്. അതിനു മുമ്പ് വരെ അതായത് ഈ കരിമല അരയനും കോർമന അരയനും ഇങ്ങനെ വരുന്ന അരയന്മാരായിരുന്നു അവിടെ കർമ്മങ്ങൾ ചെയ്തിരുന്നത്. ശരിക്കും നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ കാണുന്ന കണ്ഠരരന്മാരെ മൊത്തം നമ്മൾ ഈശ്വരനായി കാണാൻ തുടങ്ങി. ശബരിമലയിലെ ഇതുപോലെ അയ്യപ്പന്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ ഈശ്വരന് തുല്യമായി കാണാൻ അയ്യപ്പനുമുണ്ട് ചരിത്രം. ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് പന്തളം രാജാവിന് വളർത്തുമകനായി വന്ന ഒരു മനുഷ്യജന്മം അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വിശ്വാസം. മോഹിനിയിൽ മഹാദേവന് പിറന്ന സന്താനം. അതിലുപരി മറ്റു 2 കഥകളുമുണ്ട്. അരയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് രാജാവിലുണ്ടായ ഒരു കുഞ്ഞാണെന്നൊരു വൈപ്പുണ്ട്. അതായത് പന്തളം രാജാവ് നായാട്ടിന് പോയ സമയത്ത് അവിടെ വെച്ച് ഒരു അരയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായി അടുപ്പമാവുകയും അവിടെ വെച്ചൊരു കുഞ്ഞ് ജനിച്ചതായിട്ടും ഒരു വൈപ്പുണ്ട്. മറ്റൊരു വൈപ്പ് കാട്ടുകളനായിരുന്ന ഒരു വിഖ്യാതനായിരുന്ന ഒരാള് ഉദയനൻ പന്തളം രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടി അടിച്ചുകൊണ്ട്. ആ കഥ കേട്ടിട്ടുണ്ടോ? വെളിയിൽ അങ്ങനെ അറിവില്ല. അങ്ങനെ അടിച്ചുകൊണ്ട് പോവുകയും തമ്പുരാട്ടിയെ ഉദയനനിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഉദയനാൽ ആക്രമിക്കപ്പെട്ട് മരിച്ചുപോയ ഒരു പൂജാരിയുടെ മകൻ അവിടെ എത്തുകയും ഈ തമ്പുരാട്ടിയെ ഉദയനിൽ നിന്ന് രക്ഷിച്ചതായ ഒരു ചരിത്രമുണ്ട്. അപ്പം ഈ ചരിത്രങ്ങളൊക്കെയും നമ്മൾ പഠിക്കുമ്പോൾ അന്ന് ജയന്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് തമ്പുരാട്ടിയെ രക്ഷിച്ചതും പിന്നീട് അവർ പ്രണയത്തിലായെന്നും ഒരു കുഞ്ഞ് ജനിച്ചെന്നും പന്തളം രാജാവിന് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതായിട്ട് ഒരു ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറെ കഥകൾ ഉള്ള ഒരു വലിയ സംഹിതയാണ് ഈ പറയുന്ന അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ ചിരിപ്പഞ്ചിറക്കാർക്കും വളരെ പ്രാധാന്യമുണ്ട്. ചിരിപ്പഞ്ചിറയാണ് ഈ അയ്യപ്പൻ ആയോധന കല പഠിച്ചത്. ഇപ്പം നമ്മളെല്ലാവരും പറയുന്നു കണ്ഠരര്, മോഹനര്, കണ്ഠരര്, രാജീവര്, ഇങ്ങനെ കണ്ഠരന്മാർ ഒരുപാട് പേരുണ്ട്. ഇവർ തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു ചരിത്രം നമ്മൾ എടുത്താൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ശരിക്കും പ്രതിഷ്ഠാപനമായ കർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പല ബ്രാഹ്മണ കുലങ്ങളെയും രാജാവ് ക്ഷണിച്ചു. അപ്പം അധകൃതന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്നുള്ള ഒരു ആശയത്തിൽ മറ്റുള്ള ബ്രാഹ്മണ കുലങ്ങളെല്ലാം ഇതിൽ നിന്ന് മാറി നിന്നു. അപ്പോഴെന്ത് ചെയ്തു? ശരിക്കും താഴ്മണ്ണിലും ആ ക്ഷണക്കത്ത് എത്തി.
അപ്പോൾ അവിടുത്തെ അരാജകത്വവും പട്ടിണിയും മൂലം താഴമണ്ണിലെ കാരണവർ 123 വർഷം മുമ്പ് ഇത് ഏറ്റെടുത്തു. അപ്പോൾ എത്ര വർഷമായി? എന്നാൽ 2 ജനറേഷൻ അല്ലെ 3 ജനറേഷനെ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നത്തെ ശബരിമലയായിട്ട്. ശബരി പീഠമാണ് പിന്നെ ശബരിമലയായി മാറിയത്, അല്ലേ? ശബരിപീഠം എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പം അവിടെ മണിമണ്ഡപത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതായത് ഇന്നും ഇപ്പം നമ്മുടെ തിരുവാഭരണം മകരവിളക്കുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം കൊണ്ടുപോയിട്ടുണ്ട്. മൊത്തം 3 പെട്ടി സാധനമാണ് പോകുന്നത്, അല്ലേ? 3 ചുമടായി. അതിൽ ഒരു ചുമട് മാത്രമേ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നുള്ളൂ. ബാക്കി 2 ചുവടും എവിടെ ഇറക്കി വെക്കുന്ന? മണിമണ്ഡപത്തിലാണ്. അവിടെയാണ് ഈ പറയുന്ന കണ്ടത് രാജീവർ നേരത്തെ പറഞ്ഞത് മണിമണ്ഡപവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന്. മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ അത് ജീവസമാധിയാണ്. അതായത് അയ്യപ്പനോ ഞാനോ വേറൊരാളോ. ഇപ്പൊ നമ്മുടെ ഒരു ഗോപൻ സ്വാമി സമാധിയെ പറ്റി വളരെ നെടുമങ്ങാട് ഉണ്ടായല്ലോ. അത് ശരിക്കും ഒരു സമാധി എന്ന് പറയുമ്പോൾ അതാ ഒരാളുടെ ജീവചൈതന്യം പോകുന്ന സമയത്ത് ഇത്ര മണിക്കൂർ അയാൾ ആ കൃത്യമായ ഒരു ആസനത്തിലിരുന്ന് അയാളുടെ സ്വന്തം ജീവാംശത്തെ പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ സമാധി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമാധിയാണ് ഈ മണിമണ്ഡപം. ഇതിനെപ്പറ്റി എത്ര പേർക്കറിയാം? അപ്പോൾ 2006 മുതലുള്ള ചില കാര്യങ്ങൾ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ്. 2006, 2008 കാലഘട്ടങ്ങളിൽ അവിടെ ദേവപ്രശ്നം നടന്ന സമയത്ത് കൃത്യമായി ആ ദേവപ്രശ്നത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഭഗവാന്റെ പല ആഭരണാദി വർഗങ്ങളും ഇവിടെ നിന്ന് കളവ് പോകുന്നുണ്ട്. നിസ്സാരമായൊരു സംഭവമല്ല. അതേ ആവർത്തനം പല ദേവപ്രശ്നങ്ങളിലും അവിടെ വന്നു. അപ്പൊ അത് പല രൂപേണ മാറ്റി കൊടിമരത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വരുത്തി തീർത്ത് അവസാനം എന്തുണ്ടായി? അവിടെ ഒരു കൊടിമര പ്രതിഷ്ഠയായി. കൊടിമരത്തിന്റെ ദോഷം കൊണ്ടാണോ? അല്ല, കൊടിമരം ഇല്ലാത്തതുകൊണ്ടാണോ? കൊടിമരത്തിന്റെ അകത്തെ വസ്തുക്കൾക്ക് കേടുപാട് സംഭവിച്ചു. അതുകൊണ്ട് കൊടിമരം വേറെ പുനഃക്രമീകരിക്കണമെന്ന് പറഞ്ഞ് കൊടിമരം പുനഃക്രമീകരിച്ചു. അതോടൊപ്പം ഇവിടുത്തെ കോടാനുകോടി രൂപ വില വരുന്ന പല സാധനങ്ങളും കാണാതെ. ഇപ്പൊ തന്ത്രി തന്നെ പറയുന്നു, വാജി വാഹനം എനിക്ക് അവകാശപ്പെട്ടതാണ്. ഞാനും നിരവധി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഒരാളാണ്. പുനഃപ്രതിഷ്ഠയായാലും ബാലാലയമായാലും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എന്നിട്ട് നമ്മൾ ഈ പ്രതിഷ്ഠയ്ക്ക് പോകുന്ന സ്ഥലത്തു നിന്നെല്ലാം ഈ വിഗ്രഹങ്ങൾ മാറുന്ന മൊത്തം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കണ്ടേ? ഈ വാജി വാഹനത്തിന് മാത്രം എന്തൊരു പ്രാധാന്യമുള്ളത്? അപ്പൊ അതിന്റെ വില മതിക്കാൻ ഒരിക്കലും ഒക്കത്തില്ല. വാജിവാഹനം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് രാജാവ് ഈ ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും തിരുവിതാംകൂർ കൊട്ടാരം രാജാവിന് ഡയറക്റ്റ് ഈ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികത്വം നടത്താൻ പറ്റാത്തത് കൊണ്ട് റാന്നി ദേശക്കാരായ 2 കുടുംബക്കാരെ ഏൽപ്പിച്ചു. അവർക്ക് റാന്നി കർത്താക്കന്മാരെന്ന് നാമകരണവും കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ നാമകരണത്തിൽ റാന്നി കർത്താക്കന്മാരാണ് അന്ന് ശബരിമലയിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തു പോന്നിരുന്നത്. ഇത് നടന്നുകൊണ്ടിരുന്ന സംഭവം. അപ്പം വർഷാവർഷം ഒരു ആനയെ കാനനത്തിൽ നിന്ന് പിടിച്ച് മെരുക്കി ചട്ടം പഠിപ്പിച്ച് തിരുവിതാംകൂർ കൊട്ടാരത്തിന് നടക്കിരുത്തണം. ഇതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. ഈ സന്നിധാനം നടത്തിപ്പ് അവകാശമായിരുന്നു ഈ റാന്നി കർത്താക്കന്മാര്. അപ്പൊ ഈ റാന്നി കർത്താക്കന്മാരുടെ കാലത്താണ് ഇവിടെ കൊടിമരം വരുന്നതും ക്ഷേത്രം പുനരുദ്ധീകരിക്കുന്നതും. ഇതിന്റെ മുകളിൽ ഈ വാജി വാഹനം, ഭഗവാന്റെ വാഹനമായ കുതിരയെ ഇരുത്തുന്നു. പുലിയല്ല, ഭഗവാന്റെ വാഹനം. അങ്ങനെ ഇരുത്തി എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ഒരു സാധനം ഈ തന്ത്രി വളരെ ലാഘവത്തോട് പറയുന്നത്, അത് ഞാനിനി കൊണ്ടുവരുന്നു. ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ താഴമണിലേക്ക് ഇപ്പം ഈ തന്ത്രസ്ഥാനം എത്തുന്നത് വളരെ കുറച്ച് നാളേ ഉള്ളൂ. കുറച്ച് ആളുകൾ 123 വർഷങ്ങള്. അതായത് മലയരയന്മാരെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ സമാധി സ്ഥലത്തും മണിമണ്ഡപത്തും പൂജാവിധികൾ നടന്നിരുന്നത്. അവര് ദേവചൈതന്യം വരുന്ന അവിടെ. ഇപ്പൊ ഈ 18-ാം പടി നമ്മൾ പറയുന്നില്ലേ, ഒരു ദേവപ്രശ്ന സദസ്സിൽ ആ 18-ാം പടിയെ പറ്റി വിമർശിച്ചപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഓരോ കാണിക്കാരുടെയും പേരുണ്ട്. അവിടെ എത്ര ഗോത്രത്തിൽപ്പെട്ട കാണിക്കാര് പൂജ ചെയ്തിട്ടുണ്ടോ അവർക്കുള്ള എല്ലാം പേരവിടെ 18-ാം പടിയിലുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അത് പൊളിച്ചു നോക്കട്ടെ. പറ്റുമോ? നടക്കുന്ന കാര്യം. ഇതിന് മലയാരന്മാർക്ക് വിട്ടുകൊടുക്കുമോ മറ്റൊരാള്? ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നു, പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നു. എന്താണത്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വേറൊരാൾക്കുള്ള ആരാധനയല്ലത്. അതായത് പൊന്നമ്പലമേട്ടിലാണ് ഈ കുഞ്ഞ് ജനിച്ച് കിടന്നത് കണ്ടത്. അതിന് ഈ പറയുന്ന മലയരേത്തി പെൺകുട്ടിയുടെ കുട്ടിയായാലും ഈ പറയുന്ന തമ്പുരാട്ടിയുടെ കുട്ടിയായാലും
വിഷ്ണു മോഹിനി രൂപം കൊണ്ട് വന്നപ്പോഴുണ്ടായ കുട്ടിയായാലും ഈ ഒരു കുട്ടിയാണ് അവിടുന്ന് ലഭിച്ചത്. അപ്പം ഈ മലയരയന്മാരുടെ വർഷാവർഷമുള്ള ആരാധനയാണ് ഈ മകരജ്യോതി. വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഈ മകരജ്യോതി എന്ന ഓരോ വ്യക്തികളും പറയുന്നത് ഇലക്ട്രിസിറ്റിക്കാർ കത്തിക്കുന്ന സാധനമൊന്നുമല്ല. അപ്പം ഈ 123 വർഷമായിട്ടേ ഉള്ളൂ ശരിക്കും ഇതൊരു താന്ത്രിക വിധിയിലായിട്ട്. അപ്പൊ എത്രയോ കോടി രൂപയുടെ സാധനങ്ങൾ, നമുക്ക് വിലമതിക്കാനൊക്കാത്ത എന്തെല്ലാം സംഗതികൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പം നഷ്ടപ്പെട്ടു കാണും. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, യോഗദണ്ഡ് ഭഗവാന്റെ അവിടെ ഇല്ല, ഇന്ന കാരണങ്ങൾ എന്നെ അടുത്ത് പൊങ്കാലിട്ട് കുറെ ആൾക്കാർ. ഇപ്പം ആൾക്കാർ തിരുത്തി പറയുന്നുണ്ട് അന്ന് സ്വാമി പറഞ്ഞ ശരിയാണ്. അതുപോലെ ഈ വിഷയം ഉണ്ടായ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു. കൊച്ചുമ്മൻ കോൺട്രാക്ടറും ശബരിമലയും പിന്നെ കത്തനാരും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ഒരുപാട് പേര് ആ വീഡിയോ എടുത്ത് പലതരത്തിൽ പോസ്റ്റ് ചെയ്യുകയും വിമർശിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കൊച്ചുമ്മൻ എന്ന് പറയുന്ന ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളാണ് ശബരിമലയുടെ 2ാം പുനർക്രമീകരണം ചെയ്തത്. അത് പൂർത്തീകരിച്ചത് ഒരു പള്ളിയിലെ കത്തനാരാണ്. നിർമ്മാണം പൂർത്തീകരിച്ചു. ആ നിർമ്മാണം പൂർത്തി. ഈ നിർമ്മാണത്തിൽ ഇരിക്കുമ്പോഴാണ് കൊച്ചുമ്മൻ മരിച്ചു പോകുന്നത്. ഡയബറ്റിക് വന്നിട്ട് പുള്ളി മരിക്കുന്നത്. അതിനുശേഷം പുള്ളിയുടെ ഭാര്യ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് ഈ കത്തനാര്. കത്തനാരെ ഏൽപ്പിച്ചിട്ടാണ് ഈ പണി പൂർത്തീകരിക്കുന്നത്. ഈ ചരിത്രം എത്ര പേർക്ക് അറിയാം? നമ്മൾ സ്വാമി അയ്യപ്പോ എന്നും പറഞ്ഞ് പോന്നു. കെട്ടുകണക്കിന് നോട്ടുകളല്ലേ അവിടെ വന്ന് ശാന്തിക്കാർക്ക് മറിയുന്നത്. മനോജ് പോയിട്ടുണ്ടോ ശരിയല്ലേ? പിന്നെ പോയിട്ടുണ്ട്. അവിടെ മറിയുന്ന നോട്ടിന് വല്ല കണക്കുണ്ടോ? ഇപ്പം അല്ലെങ്കിൽ 45,000 രൂപ മിനിമം ശമ്പളം മേടിക്കുന്ന ഒരു ജീവനക്കാരനാണ് ഈ പറയുന്ന തന്ത്രി, അല്ലേ? അദ്ദേഹം 365 ദിവസവും ശബരിമല പോയിരിക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തന്ത്രിമാർ പോയി അവിടെ ഇരുന്ന് പൂജകൾ ചെയ്യുന്നുണ്ടോ? പിന്നെ പിന്നെ പൂജാരി അവിടെ വെക്കണ്ടല്ലോ ദേവസ്വം ബോർഡ്. ശബരിമല മാത്രമുള്ളൊരു സ്ഥിതിയാണത്. സ്ഥിതി ആ ധനത്തിന് വേണ്ടിയിട്ട് മാത്രം അല്ല, വേറെന്തിനാ? ഇപ്പോൾ ഓരോരുത്തർ ഘോരഘോരം പറയുന്നു, ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്താനെ, നേരത്തെ അറിഞ്ഞ്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പൊ ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യം, ഇതിന്റെ മൂലാധാരം തന്ത്രിയിൽ തന്നെയാണ്. കാര്യം വെച്ചാൽ ഒരു ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ, അതിനകത്തിരിക്കുന്ന ഓരോ അംശകത്തിന്റെ കൃത്യമായ ലിസ്റ്റുള്ള ആളാണ് തന്ത്രി. ഈ ഉണ്ണികൃഷ്ണനായാലും വേറെ ആളായാലും തന്ത്രി അറിയാതെ ഒരു കാരണവശാലും അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പെർമിഷൻ വേണ്ടേ? ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സ്വൈരവികാരമായിരുന്നു അവിടെ. അപ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂരിലൊരു ക്ഷേത്രത്തിന്റെ പൂജാരിയായിരുന്നു. അത് ഇദ്ദേഹത്തിന് തന്ത്രമുള്ളതാ. ആർക്കാ? രാജീവിന് തന്ത്രമുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അപ്പൊ ആ ലിങ്കിലാണല്ലോ ഇയാൾ ശബരിമലയിൽ എത്തിയത്. അപ്പൊ ഇതിന്റെ ചരിത്രം എത്ര പേർക്ക് അറിയാം? മനോനും വല്ലതും അറിയാം? ഇപ്പൊ ഞാൻ പറഞ്ഞു 2-3 അവതാരങ്ങളെ പറ്റി പറഞ്ഞു. ഒന്ന്, കാട്ടുജാതിയിൽപ്പെട്ട പെൺകുട്ടിയിൽ രാജാവിനുണ്ടായ കുട്ടി. 2, ഒരു കാട്ടുകളൻ അടിച്ചുകൊണ്ട് പോയ രാജകുമാരിയിൽ ഉണ്ടായ ഒരു സംഭവം. 3, വിഷ്ണുവിന്റെ അംശകം. ഇതിലേത് നമ്മൾ വിശ്വസിക്കും? ഹിന്ദുക്കൾ. ഈ കഥ ഹിന്ദുക്കൾക്ക് എത്ര പേർക്ക് അറിയാം? മനോന് മണിമണ്ഡപത്തെ പറ്റി അറിയാമോ? എല്ലാവരും മണിമണ്ഡപം കാണുന്നു, പോകുന്നു, തൊഴുന്നു എന്നല്ല. മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ ആർക്കും പലർക്കും അറിയത്തില്ല, അറിയിക്കാനും ആരും മെനക്കെടാ. ഒരു സമാധി സ്ഥലമാണ് അത്. അയ്യപ്പന്റെയോ ബുദ്ധന്റെയോ ആർക്കുള്ളതാണെന്ന് നമുക്കിതൊരു തിരിച്ചറിയത്തില്ല. അറിയോ? അത് കൃത്യമായി അയ്യപ്പന്റെ തന്നെ. അതുകൊണ്ട് മാത്രമാണ് ഈ പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും കൊണ്ടുപോകുന്ന തിരുവാഭരണം 2 ഭാഗം മണിമണ്ഡപത്തിലും 1 ഭാഗം എവിടേക്കുവാ? അയ്യപ്പന്റെ സന്നിധിയിലേക്കും. ഇത് ആരെങ്കിലും ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ ഈ 2 ഭാഗം എന്തിനാ മണിമണ്ഡപത്തിൽ കൊണ്ടുവെക്കുന്നതെന്ന്? ഇപ്പൊ ഞാനും മനോജും ഈ കാണുന്ന പ്രേക്ഷകരും അറിഞ്ഞിരിക്കുന്നത് 12 വയസ്സ് വരെയുള്ള ചരിത്രമേ നമുക്കറിയാവൂ, അല്ലേ? അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ ജനിച്ചിരുന്നു. ചിരുപ്പഞ്ചിറ കളരിയിൽ പോയി അയാൾ അഭ്യാസം ചെയ്തു. അവിടുത്തെ ആൾക്കാരെയും കൂട്ടി അദ്ദേഹം ശബരി കടന്നു. ഇത്രയെല്ലാം നമുക്കറിയാവോ? ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? പണ്ട് നമ്മൾ ഈ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ 2 മണി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ മണി എവിടെ പോയി? വലിയ 2 മണിയാണ്. ഇടക്കാലത്ത് ആൾക്കാരൊക്കെ പറഞ്ഞു, ചെറുപ്പകാലത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ്.
ഇടക്കാലത്ത് ആൾക്കാരൊക്കെ പറഞ്ഞു അവിടെ ഇതിന് ഇറേഡിയം കണ്ടന്റ് ഉണ്ടെന്ന്. ഏതിനാ? ഈ മണിക്ക്. ഈ ഇറേഡിയം കണ്ടന്റിനെ പറ്റി പറയുന്നതിന് ശേഷം പിന്നെ ഈ സാധനം കണ്ടിട്ടേ ഇല്ല. ഇതാരെടുത്തോണ്ട് പോയെ? തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ പോയെ. ഭഗവാന്റെ യോഗതുണ്ട്, തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ പോയെ. അതായത് ഞാനൊരു തന്ത്രിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മൗസിന്റെ ഒരു സൈഡിൽ അംശം ഇളക്കണേലും ഞാൻ ഇളക്കി കൊടുക്കണം ആദ്യം. അതാണ് എന്റെ വ്യവസ്ഥ. മനോജ്, ഈ ശ്രീകോവിലിനുള്ളിലുള്ള ക്ഷേത്രത്തിന് വെളിയിലും ക്ഷേത്രത്തിന് വെളിയിലായാലും ശ്രീകോവിലിനുള്ളിലായാലും പ്രതിഷ്ഠ കഴിഞ്ഞ് കൃത്യമായി പടിത്തര വ്യവസ്ഥ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്കും അതിനെ തൊടാൻ പറ്റത്തില്ല. തന്ത്രി അല്ലാതെ വേറൊരാൾക്ക് ശ്രീകോവിലിന്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല, അറിയോ? അല്ലെങ്കിൽ തന്ത്രി ഇത് ശകലം ഇളക്കിയിട്ട് അനുജ്ഞ കൊടുക്കണം. അനുജ്ഞ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കുന്ന സമ്പ്രദായമല്ല. ദേവപ്രശ്ന വിധി പ്രകാരം, അതായത് അഷ്ടമംഗല പ്രശ്നം വെച്ച് ഇതിന് അനുവാദമുണ്ടോ ഇല്ലയോ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുജ്ഞ വാങ്ങുന്ന ചടങ്ങ് ഇല്ലേ? അറിയത്തില്ലേ? അത് വിധിയല്ലേ? ഇത് ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടോ? പണ്ട് 2006 2007 എനിക്ക് ഓർമ്മയില്ല. ഇതേ കുടുംബക്കാർക്ക് തന്നെ പിന്നെ തന്ത്രിയുള്ള വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെച്ച ആളാണ് ഞാൻ. കോട്ടയം മുണ്ടക്കൈ 28 മൈലിനകത്ത് ഒരു കാട്ടിനകത്തൊരു ക്ഷേത്രമുണ്ട്. ഭയങ്കര വരുമാനമുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെച്ചപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞ് ദേവിയുടെ തിരുവാഭരണം കാണാനില്ല. അതും ഇതേപോലെ മലയരന്മാരുടെ ക്ഷേത്ര. പാഞ്ചാലി പൂജിച്ചിരുന്ന ഭദ്രകാളി വിഗ്രഹത്തെ പാഞ്ചാലി കാനനവാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അരയന്മാർക്കുള്ളായി കൊടുത്തതാ, മലയരന്മാർക്കുള്ളായി അവർക്ക് പൂജിക്കാൻ. വലിയ ക്ഷേത്രം. ദേവപ്രശ്നം വെച്ച ഞാനാ. എന്റെ ചേർത്തലാണ് അവിടെ ക്ഷേത്രമൊക്കെ പണിഞ്ഞത്. അപ്പൊ അന്ന് ഇതുപോലെ രണ്ടാമത് പുനർക്രമിച്ച ക്ഷേത്രം. അപ്പം ഈ പ്രതിഷ്ഠയുടെ കാര്യം വന്നു. അപ്പൊ അവിടെ പല കാര്യങ്ങളും ഓരോരോ രാശിസ്ഥിതി വെച്ച് പറയേണ്ടി വന്നു. പറഞ്ഞു വന്നപ്പം ഭഗവതിയുടെ തിരുവാഭരണം ഇല്ല, നഷ്ടപ്പെട്ടു. അവസാനം പറഞ്ഞു വന്നപ്പോൾ തന്ത്രി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. അന്ന് ഇവിടെ പൂട്ടും കെട്ടുമൊന്നും വലിയ സംഭവമൊന്നുമില്ല അവിടെ വെള്ളിയങ്കാവില്. അപ്പൊ അതിന്റെ തൊട്ട് താഴെപ്പുറത്തൊരു സമാധി സ്ഥലമുണ്ട് ഇതുപോലെ വെള്ളിയങ്കാവിൽ തന്നെ. ആ കുടുംബക്കാരാണ് പറയുന്നത്. അവർക്ക് മാത്രമേ അറിയാവുന്നത് ഇത് ആർക്കുള്ള കയ്യിലാണ്. അപ്പൊ അവർക്ക് അവിടെ കരയമവകാശമുള്ളവരാ. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ഇതുപോലെ അന്ന് തന്ത്രിയായിട്ടിരുന്ന ഇന്നാളാണ്. അതായത് ഈ തന്ത്രിയുടെ കച്ചം അന്നേരം പാരമ്പര്യമല്ലേ. ശോഭാ ജോർജിന്റെ അടുത്ത് പോയി ഒരാൾ പെണ്ണ് കേസിൽപ്പെട്ടു. ആരാ? ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ. അടുത്ത ആള് വലിയൊരു കള്ളൻ. അപ്പൊ ഇത് വിശ്വസിച്ച് എങ്ങനെ ഭക്തജനങ്ങൾ അമ്പലത്തിൽ പോകും? അല്ലെങ്കിൽ അവർ മറുപടി പറയട്ടെ, ഞങ്ങൾ എടുത്തിട്ടില്ല, തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എങ്ങനെ അവിടെ വന്നു, ഇതിനൊക്കെ അവരല്ലേ മറുപടി പറയണ്ടേ? അതിനിപ്പോ രാഷ്ട്രീയക്കാരെയോ മറ്റുള്ള സാമുദായിക നേതാക്കന്മാരെയോ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 18 മലകളുടെ അധിപന്മാരായിരുന്നു മലയരയന്മാർ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? 18 മലയുടെ അധിപന്മാരാ മലയരയന്മാർ. ഞാൻ ജാതി വ്യവസ്ഥിതി മറ്റൊരു കാര്യം പറയല്ല. അപ്പം അവര് ആരാധിച്ചുകൊണ്ടിരുന്ന സങ്കേതങ്ങളൊക്കെയും പലതരത്തിലുള്ള കടന്നുകയറ്റത്തിൽ മറ്റൊരു വിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മലദേവ സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രത്തില് ദേവപ്രശ്നത്തിന് എന്നെ ക്ഷണിക്കാനിവിടെ വന്നത് NSSകാരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ക്ഷേത്രം ആർക്കുള്ളയാ? താഴ്ന്ന സമുദായക്കാരെ അല്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെയാ ക്ഷണിക്കാൻ വരുന്നത്? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ NSSന്റെ വകയപ്പോ ക്ഷേത്രം. അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്തൊരു അവകാശത്തിലാ? നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ? നിങ്ങളുടെ ദേശദേവനാണോ? അതോ നിങ്ങൾക്ക് ആ കുടുംബക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷെ മറിച്ച് ഇത് ഏതൊരു സങ്കല്പം എടുത്താലും മലയരയന്മാരും പന്തളം കൊട്ടാരമായിട്ട് ബന്ധമുണ്ട്. എങ്ങനെയാ? 3 കഥ അവിടെ വന്നു. ഒന്ന്, പന്തളം കൊട്ടാരത്തിൽ നിന്ന് മോഹിനിയുടെ പുത്രനായി പലായനം ചെയ്ത അയ്യപ്പൻ. 2, ഈ പറയുന്ന ഒരു കള്ളനടിച്ചുകൊണ്ട് പോയ രാജ്ഞിയുടെ പുത്രനായി ജനിച്ച അയ്യപ്പൻ അല്ലേ? 3, പന്തളം രാജാവിന് കാട്ടുജാതിയിൽപ്പെട്ട പുത്രനായി ജനിച്ച അയ്യപ്പൻ. ആ 3 ബന്ധത്തിലും ആർക്ക് ബന്ധമുണ്ട്? പന്തളം കൊട്ടാരത്തിന് ബന്ധമുണ്ട് അല്ലേ? ഈ കഥ എത്ര പേർക്കറിയാം? കഥയല്ല, ചരിത്രമായത്. ഒരു പക്ഷേങ്കിൽ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് ഇതറിയാം അല്ലേ? അപ്പം ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും നമ്മൾ ചിന്തിച്ചാൽ താന്ത്രിക സ്ഥാനം മാറ്റുക.
ഇപ്പം നമ്മൾ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, CK ഗുപ്തന് ഈ രാജീവിൻ്റെ ചേട്ടന് തന്ത്രിസ്ഥാനം പോയ സമയത്ത് 1 കോടി രൂപയായിട്ട് ഈ മഠത്തിൽ നിന്നും ആൾക്കാർ CK ഗുപ്തനെ കാണാൻ ചെന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ 1 കോടി രൂപ മേടിച്ച് വെച്ചിട്ട് പുള്ളിക്ക് ഇത് എഴുതി കൊടുത്തുള്ളായിരുന്നു. അപ്പോൾ അയാൾക്ക് ഭയമുള്ളതുകൊണ്ടല്ലേ CK ഗുപ്തൻ അതെ. അതുപോലെ ജസ്റ്റിസ് പരിമോഹൻ കമ്മീഷൻ ഇതിൻ്റെ അന്വേഷണം നടത്തിയ സമയത്ത് ഈ തന്ത്രിയെ വിളിച്ച് സംസ്കൃതത്തിൽ എത്ര പരിജ്ഞാനം ഉണ്ടെന്ന് ചോദിച്ചു. സൂക്തമന്ത്രം ഏത് കുഞ്ഞിനും ജപിക്കാനാവും, കൃഷ്ണനെ വിശ്വാനെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂക്തമന്ത്രം ഏത് കുഞ്ഞിനും ജപിക്കാൻ പറ്റും. അതിനകത്ത് പേരും നാളും ചേർക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ആ സൂര്യനാരായണ രാമയോ എന്നുള്ളിടത്ത് കൃത്യമായി പേരും നാളും ചേർക്കാൻ പഠിക്കണം. ഇതുപോലും അദ്ദേഹത്തിന് അന്ന് അറിയത്തില്ല. ആ സംഭവം അറിയാലോ, വിവാദമായതാ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് ജസ്റ്റിസ് തുളസിദാസ് ആണ് പറഞ്ഞത്, ഇനി അയ്യപ്പന്റെ പിതൃസ്ഥാനീയനല്ലേ, അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ചോദിക്കേണ്ടതാണ്. കമ്മീഷന്റെ കണ്ടെത്തലുകൾ പലതും നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ കത്തി നിൽക്കുമ്പം കുറച്ച് തീ കോരിയിടാൻ മാത്രമേ നമുക്കറിയാവൂ, അല്ലേ? ആ തീ ആളിപ്പടരുന്ന നമ്മൾ അറിയുന്നില്ല. അറിയുന്നുണ്ടോ? ഇപ്പം ഞാൻ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നേരത്തെ 3-4 വീഡിയോ ചെയ്തു. കുറേ ആൾക്കാർ റിപ്പോർട്ട് അടിച്ചു. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത് അത് കംപ്ലീറ്റ് റിപ്പോർട്ട് അടിച്ചാൽ പിന്നെ ഈ സാധനം കയറത്തില്ലല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വെറും 123 വർഷം മാത്രമേ ആയിട്ടുള്ളൂ താന്ത്രിക വിധിയിലേക്ക് ശബരിമല മാറിയിട്ട്. ഇന്നും താന്ത്രിക വിധിയിലേക്ക് ശബരിമല മാറിയെങ്കിലും ഒരു കാര്യം മനോ ചിന്തിച്ചു, ഈ കേൾക്കുന്നവർ ശ്രമിച്ചു. ശബരിമലയിൽ ഗുരുതിയുണ്ട്. നടയടയ്ക്കുന്ന സമയത്ത് സമാധിസ്ഥനായിട്ടിരിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന അയ്യപ്പനാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് വരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അയ്യപ്പൻ എന്തിനാ ഗുരുതി കൊടുക്കുന്നതെന്ന്? മലമൂർത്തി സങ്കല്പങ്ങൾക്കാണ് ഗുരുതി കൊടുക്കുന്നത്. മാളികപ്പുറത്തുണ്ട് ഗുരുതി, പമ്പയിലുണ്ട് ഗുരുതി. ഉത്സവാദി ചടങ്ങുകൾ കഴിഞ്ഞാൽ ഇവിടെ 3 കൊണ്ട് ഗുരുതി. കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? എന്തിനാ ഈ ഗുരുതി പൂജ നടത്തുന്നേ? അതിന്റെ യഥാർത്ഥ അവകാശികൾ പുന്നക്കാട് കുടുംബക്കാരാ. ഈ 5 ദിവസത്തെ അവിടുത്തെ ചടങ്ങുകൾ നടത്തുന്ന ആ കുടുംബക്കാർ തന്നെ എപ്പോഴും. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? അങ്ങനെ അവകാശികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ശബരിമല. ഇതൊരു ചരിത്രമാണ്, മനുഷ്യന്റെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ ഒരാൾ കയ്യിലിരിക്കുന്ന സാധനം അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ കൊച്ചുകാര്യമാണോ? ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ എപ്പോഴും പറ്റിയിട്ടുള്ളതാണ്. ഈ പറയുന്ന എന്താ പറഞ്ഞ രാജീവര് തന്നെ പറഞ്ഞതാണ്, മണിമണ്ഡപം എന്ന് പറഞ്ഞ മിഥ്യാസങ്കല്പമാണ്. അയാൾക്കറിയാവോ മണിമണ്ഡപത്തിൽ ആരായിരിക്കുന്നത്? ദേവപ്രശ്ന സദസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വള്ളിയങ്കാവിലെ ചരിത്രം തന്നെ എടുത്തു നോക്കും. നിങ്ങൾ ഇന്ന് പോയി അന്വേഷിച്ച് നോക്കിക്കോ. 2006 2007 അറിയത്തില്ല, ഞാനവിടെ ദേവപ്രശ്നം നടത്തിയ വളരെ വ്യക്തമായിട്ട്. അന്ന് പ്രസന്നകുമാറാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് ഓഫീസർ. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ചാർട്ട് എഴുതി കൊടുത്തു. ദേവസ്വം ബോർഡ് ക്ഷേത്രം നല്ല ചോദിക്കണം. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഒരു വിഭാഗം ആൾക്കാരുടെ പിടിച്ച് കടന്നു കയറ്റം. അത് സാധാരണക്കാരൻ്റെ ആരാധനാലയങ്ങളൊക്കെ ഓരോ സാമുദായിക വ്യവസ്ഥയിലേക്ക് മാറി. കുറേയേറെ ക്ഷേത്രങ്ങൾ SNDP ഉണ്ട്, കുറേയേറെ NSSന്റെ ഉണ്ട്. ഇതെല്ലാം മറ്റുള്ളവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ക്ഷേത്രങ്ങളാ അല്ലെന്ന് പറയാമോ? ഒരു സമൂഹത്തിന്റെ കൂട്ടായിട്ടുള്ള ആരാധനാ സങ്കേതങ്ങളൊക്കെയും മറ്റൊരു തരത്തിലേക്ക് മാറി. എന്ത് ലാഘവത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞേ, ഞാൻ വാജിവാഹനം രേഖാമൂലം എഴുതി തരാൻ ഞാൻ തിരിച്ചു കൊടുക്കാന്ന്. ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ധാരണ സാധാരണക്കാരന് ശരിക്കും ഉണ്ടായിരുന്നു. ശബരിമല അത്ര പവിത്രമാണ്, അവിടെ ആരും ഒന്നും ചെയ്യില്ല, അങ്ങനെ ഒരു ധാരണ ജനങ്ങളുടെ ഇടയിൽ ശരിക്കും ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെയുള്ള ലൂപ്പ് ഹോൾ അവർ ചൂഷണം ചെയ്തായിരുന്നു. സംശുദ്ധ കരുതി ഇത്രയും പേരുടെ ഏതാണ്ട് കണ്ണ് പൊടിവാരിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ണടപ്പിച്ചുകൊണ്ടാണ് അവിടെ ചെയ്തത്. കോടികളല്ലേ മറ്റേത്. ഒരു ആളിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കെട്ടുകണക്കിന് സ്വർണ്ണ ബിസ്ക്കറ്റ് ഇരിക്കുക. ഇതിന്റെ അർത്ഥം എന്തുവാ? ഈ സംഗതി ഒരുക്കിയതായിരിക്കത്തില്ലയോ, അല്ലാതെ വേറൊന്നല്ലല്ലോ. വിശ്വാസം ഭക്തിയൊക്കെ സാധാരണക്കാർക്ക് മാത്രമുള്ളതാണ്. വിശ്വാസം സാധാരണക്കാർക്ക് മാത്രമല്ല, വിശ്വാസം എന്ന് പറയുന്നത്
ഒരു ജനതയുടെ പൂർണ്ണമായ ഉൾക്കൊള്ളല വിശ്വാസം. മാളികപ്പുറം എന്ന് നമ്മൾ പറയുന്നു. മാളികപ്പുറം എന്ന് പറയുന്ന സങ്കല്പമോ അവിടുത്തെ ആരാധനാക്രമങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല. അവിടെ ആരാ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ചെല്ലുന്നു, അവിടെ എന്തെങ്കിലുമൊക്കെ കാണുന്നു, പുതിയ ആചാര രീതിയിൽ വരുന്നു, അത് അതിന്റെ പുറകെ ആൾക്കാർ പോകുന്നു. അത് വ്യക്തമാക്കാൻ ദേവസ്വം ബോർഡോ അവിടുത്തെ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ. ഓരോ പ്രാവശ്യം വരുമ്പോൾ ചാനലുകളിൽ വാർത്ത വരും, ഇവിടെ ചില അനാചാരങ്ങൾ കടന്നു പോകുന്നത്, അത് ഒഴിവാക്കാനും എന്താണ് ഇതിന്റെ സങ്കല്പം ഈ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊരു പലർന്നും വരുന്നു, അതിനനുസരിച്ച് ചെയ്യുന്നുള്ള ഒരു സംഭവമാണ്. അതായത് മൂവാറ്റുപുഴ ഒരു ഗണപതിയാർക്കാവിൽ സപ്താഹ സത്രത്തിന് മുഖ്യ പ്രഭാഷകനായിട്ട് ഞാൻ ഇവിടുന്ന് പോയി. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ആക്രമിക്കപ്പെടാത്തൊരു ക്ഷേത്രമാണ്. ഒരുപാട് ശ്രമിച്ചു ടിപ്പു ആ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ. ഇപ്പം ധർമ്മരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ടിപ്പുവിൻ്റെ പടയോട്ട കാലം. അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൽ ചെന്നപ്പം അവിടുത്തെ ആചാരക്രമങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അത്ര സൂചിച്ചില്ല. ഞാൻ പുറത്ത് വന്നിട്ട് എൻ്റെ കൂടെയുള്ള 2-3 ശിങ്കിടികളുണ്ട്, മണ്ണടിയിലെ വിനോദ തിരുമേനിയുണ്ട്, ഞങ്ങൾ 5 പേരുണ്ട്. പുള്ളിയുടെ ഗറഫിൽ എന്നെ കൊണ്ടുപോയി. അപ്പം ഞാൻ പുറത്ത് വന്നിട്ട് കൊടിമരത്തിൻ്റെ അവിടെ ഒരു ശകലം മണ്ണ് വാരിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് തൊഴുതു. എന്നിട്ട് ഞാൻ മോഹൻപിള്ളയുടെ അടുത്ത് പറഞ്ഞു, പിള്ളേ തിരിച്ചു വരുമ്പോൾ ഇതൊരു കുന്നാഞ്ചരം മണ്ണാവും, അല്ലേ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ ആ ചെയ്തത് കണ്ട് പുറകെ വന്നവർ മൊത്തം മണ്ണ് വാരി കൂട്ടി അവിടെ. അതൊരു ആചാരമാണ്. അതാണ് ഹിന്ദു എന്ന് പറയുന്ന സാധനം. മുമ്പേ നടക്കുന്നവൻ ചെയ്യുന്നത് എന്തും അവൻ അത് ആചരിക്കും. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ ആദ്യം ഒരാൾ ചോദിക്കണം, ഈ മണിമണ്ഡപം എന്താണ്, അയ്യപ്പനുമായിട്ടുള്ള ബന്ധം എന്താണ്, മണിമണ്ഡപത്തിന് ഇവിടെ എന്ത് മൂർത്തിയാണ് ഇരിക്കുന്നത്. അത് കുറച്ച് സാധാരണക്കാരിൽ ചെല്ലാൻ ദേവസ്വം ബോർഡിന് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്, അതൊക്കെ ആളുകളിൽ എത്തിക്കാനുണ്ട്. ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ധ്യാനമന്ത്രം വേണ്ടേ? ശബരിമല അത് എഴുതി വെച്ചിട്ടുണ്ടോ? അത് വായിക്കാനുള്ള സമയമുണ്ടോ? അല്ലേ, നിലവിലുള്ള ഒന്നും സിസ്റ്റമാറ്റിക് ഇല്ല. ഇപ്പൊ തന്നെ ഇദ്ദേഹം ഗുരുവായൂർ പോന്നു. ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ആരാ അവിടെ ഇരിക്കുന്നത്? സാക്ഷാൽ കൃഷ്ണൻ അല്ലേ? കൃഷ്ണനാണോ അത്? അല്ല. സാക്ഷാൽ മഹാവിഷ്ണു സ്വന്തം രൂപം വൈകുണ്ഠത്തിൽ വെച്ച് പൂജിച്ച വിഗ്രഹം പല കൈമറിഞ്ഞ് ദ്വാരകയിലെത്തുകയും ദ്വാരകയിൽ വെച്ച് ശ്രീകൃഷ്ണൻ അത് പൂജിക്കുകയും പിന്നീട് സ്വർഗാരോഹണ സമയത്ത് ഭഗവാൻ തന്നെയാണ് ഗുരുവായൂർ കൊണ്ടുവന്ന് വെച്ചത്. പൂന്താനം തൻ്റെ ഉണ്ണി നഷ്ടപ്പെട്ടപ്പോൾ പൂന്താനമാണ് തൻ്റെ സ്വന്തം പുത്രനായ ഉണ്ണിയെ അവിടെ ചെന്ന് ഉണ്ണിയെ എന്ന് വിളിച്ചത്. അപ്പോൾ ഒരു ഭാഗത്തിൽ ഭഗവാൻ പൂന്താനത്തിൻ്റെ ഉണ്ണിയായി മാറി. അപ്പോഴും മഹാവിഷ്ണുവിൻ്റെ പൂജകളല്ലേ അവിടെ നടക്കുന്നത്. ഇപ്പം ഞാൻ ചെന്നപ്പോൾ കൊണ്ട് ഈ ഫ്രണ്ടിൽ കൂടെ VIP ലൈനിൽ കയറുന്നവർ ആ പടി അങ്ങോട്ട് കയറുമ്പം അവിടെ കുമ്പള ഇരിപ്പുണ്ട്. കുമ്പളയ്ക്കകത്ത് ഇങ്ങനെ പിടിക്കും. പുതിയ ആചാരം. ഇപ്പൊ ഞായറാഴ്ചയൊക്കെ പോയിട്ട് അത് VIP ലൈനിൽ കയറുന്നവർക്ക് മാത്രമായിട്ട് അപ്പുറത്തുള്ള ഒരുത്തർക്ക് പറ്റത്തില്ല. ഇങ്ങനെ പിടിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. അകത്ത് നിന്നിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവിടെയുള്ള ശാന്തിക്കാരൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ പുതിയ ദേവപ്രശ്നമെല്ലാം വെച്ച് അത് മുറുക്കാൻ ഈ വരുന്നവരടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ പിടിക്കുന്നവരില്ല. അപ്പോൾ ഇവർ ഏതാണ്ട് ഒരു വലിയ കടാക്ഷം ആ കഴുക്കോലിൻ്റെ അറ്റത്തിരിക്കുന്ന മുട്ടിൽ നിന്നും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനല്ല പുറകെ വരുന്നോ നോക്കുന്നത്, ലവം പിടിച്ചെടുത്ത് പിടിക്കാൻ അല്ലേ. ഇത് ഓരോരോ ആചാരങ്ങൾ മാറി മറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം ഏതൊരു സംഗതി ചെയ്താലും പറയത്തില്ലേ, ഒരു നെഗറ്റീവ് വന്നാലേ ഏതൊരു സംഭവം പോസിറ്റീവായി മാറും. ഇപ്പം എൻ്റെ തന്നെ ഒരു വീഡിയോ ഒരാൾ കാണുന്നു, അതിനകത്തൊരു 1000 നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴേ ഈ വീഡിയോ പോസ്റ്റ് ആവും. കേൾക്കുന്ന എല്ലാവരും ശരിയാന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ടോ? അല്ലേ? ചിലർ മനോൻ്റെ അടുത്ത് തന്നെ വയ്ക്കും, വേറെ പണിയൊന്നും ഇല്ല ഇവിടെ മനോജ് കേൾക്കുന്നത്, ഇല്ലേ? പലതും ആളുകൾക്ക് അറിയേണ്ട സംഭവങ്ങളാണ്. അതായത് നമ്മൾ അറിയുന്നില്ല. ശബരിമല എന്ന് പറയുന്നത് ഒരു തത്വാധിഷ്ഠിതമായ വിശ്വാസ പരമ്പരയാണ് ശബരിമല. ഇപ്പം മനോജും പോകുന്നു, ഈ ഇരുമുടിക്കെട്ടിലേക്ക് നമ്മൾ നെയ് നിറച്ച് നാളികേരം ഇടുന്നു, ഇതവിടെ കൊണ്ടുപോയി അടിക്കുന്നു, അത് പാപകർമ്മത്തിന്റെ പരിഹാരമായിട്ട് ചെയ്യുന്നു. ചിലർ മണി കൊണ്ടുപോകുന്നു, ഈ മനോജ് കൊണ്ട് കേട്ടുന്ന മണി അടുത്ത് മണി കെട്ടുന്നു, അത് വേറൊരുത്തം പറിച്ചുകൊണ്ടിരുന്നു. ഈ മണി എന്തോന്നറിയ സംഭവം? മണിയുടെ സങ്കല്പം അയാളുടെ ജീവിതത്തിൽ ജന്മാന്തരകൃത പാപങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ അവസാനമായിട്ട് കണ്ടെടുത്തുന്ന ഒരു സംഭവമാണ്. ശനിക്ക് മലമേലുള്ള ദേവനും ശാസ്താവിനും വഴിപാട് ചെയ്യണം.
ശനിക്ക് ശാസ്താവും മലമേലുള്ള ദേവനുമാണ് വെയ്പ്പ്. അപ്പൊ മലമേലുള്ള ദേവനായിട്ട് കാണുന്ന 18 മലയ്ക്ക് സ്വരൂപമായിട്ട് വന്ന മൂർത്തിമത് ഭാവമായ ഒരു സമാധി സ്ഥലത്തെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ചാർത്ത് എഴുതി കൊടുക്കും, നിങ്ങൾ ശബരിമലയിൽ മണ്ഡലകാല വ്രതം നിന്ന് 1 മണി എല്ലാ ദിവസവും ഒരു നാണയ സമേതം ഒഴിഞ്ഞ് വീട്ടിൽ വെച്ചിട്ട് ഇത് കൊണ്ടുപോയി പോന്നതിൻ്റെ അന്ന് ഗൃഹവാസികളെയും കുടുംബസ്ഥാനീയരെയും സ്ഥലത്തുള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാം സങ്കല്പിച്ച് ഒഴിഞ്ഞ് നിങ്ങൾ തോളിൽ ഒരു ചരടിട്ട് ബന്ധിച്ച് ഇവിടെ നമ്മളം വരെ ഇത് കിണങ്ങണം എന്നറിയാം. യവന്റെ കൂടെയുള്ള സർവ്വ ദുഷ്ട ചൈതന്യങ്ങളും ഒഴിവാകാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോയി യവൻ ഒരുത്തനെ അവിടെ കെട്ടും. അടുത്തവരെന്ത് ചെയ്ത അടുത്തവൻ നോക്കിക്കേ സാരം പൊട്ടിക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലും ഫലം ചെയ്യോ? അപ്പം മുമ്പേ നടക്കുന്നവൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും പിമ്പേ നടക്കുന്നവനൊക്കെയും ആചരിച്ചങ്ങ് പോന്നിടുന്നു അല്ലേ? ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഗണപതി അമ്പലത്തിൽ ചെന്ന് നിന്നിട്ട് 5 കൈ അങ്ങടിക്കുക. ഇങ്ങനെ 5 കൈയടിക്കുമ്പോ ഈ കൈയടിക്കുന്നത് എന്തിനാന്ന് മനോജിന് അറിയത്തില്ല, ഈ അടിച്ച് പുറകെ വരുന്നവനും അറിയത്തില്ല, അവരും കൈയടിക്കുന്നു. അപ്പൊ അറിവുള്ളവൻ എന്തിനാ ചെയ്യുന്നേ? ഗോപിചാലന്റെ അവിടെ ഭൂതഗണങ്ങളുടെ ആവേശമുണ്ടെങ്കിൽ ആ ഭൂതഗണങ്ങളുടെ ആവേശം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഗോപിചാലന്റെ അടുത്ത് നിന്ന് കൈയടിക്കുന്നത് അല്ലേ? ഈ ക്ഷേത്ര സങ്കല്പങ്ങളെ ആരാധന രീതികളൊന്നും പലർക്കും അറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ഇത്ര കോടികൾ ജനങ്ങൾ വരുന്നു, വളരെ വലിയ വിശ്വാസ കേന്ദ്രം. അവിടെ കുറെ കൂടെ ഇത് എന്തിനാണെന്ന് ആളുകൾ അറിയിക്കേണ്ട പോരായ്മകളാണെന്ന് ഇതൊക്കെ ഉണ്ടാവുന്നത്. അതെ, ഇപ്പം വളരെ വിശ്വാസമായിരുന്ന ഒരു കേന്ദ്രം, ജനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പവിത്രമായ സ്ഥലമാണ് ശബരിമല. അവിടെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ തന്ത്രികളെ അറസ്റ്റ് വിശ്വാസികളെ ഏറെ മുറിവേൽപ്പിച്ചിട്ട്. അതെ, നിസ്സാര ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മാളികപ്പുറത്തേക്ക് എഴുന്നള്ളത്ത് കൊണ്ടുപോകുമ്പോൾ, ആനപ്പുറത്ത് എഴുന്നള്ളത്ത് പോകുമ്പോൾ അതിന് മണ്ടയ്ക്ക് വലിയൊരു ശീവത വെക്കും, കണ്ടുണ്ടോ? പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു കൊമ്പം വീശക്കാരനെ ആ ശീവതയ്ക്കകത്ത് വെക്കുന്നത്. ഇതിന്റെ സങ്കല്പം എന്തോന്ന് ആർക്കെങ്കിലും അറിയോ? അവിടെ മാത്രമല്ല, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പല സങ്കല്പങ്ങളും ആർക്കും അറിയില്ല. യുദ്ധത്തിന് പോകുന്ന യുദ്ധസന്നദ്ധനായ അയ്യപ്പനെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. ഏതാ? ഈ കൊമ്പം മീശയൊക്കെ വെച്ച് മാളികപ്പുറത്തിന്റെ അവിടെ പോയി ആറാട്ട് കഴിഞ്ഞ് നേരെ പമ്പയിൽ വന്ന് ഭൂതഗണങ്ങളെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഈ പറയുന്ന കൊമ്പം മീശക്കാരൻ ഒറ്റയ്ക്ക് തിരിച്ചു പോവുക. ഇതിന്റെ സങ്കല്പം ഇന്ന് വരെ ആരെങ്കിലും ഒരു തന്ത്രിയുടെ അടുത്തോ ഒരു പൂജാരിയുടെ അടുത്തോ ചോദിച്ചിട്ടുണ്ടോ ശിവതയ്ക്കകത്ത് എന്തിനാ കൊമ്പം മീശക്കാരനെ വെക്കുന്നതെന്ന്? തമാശയായിട്ട് പറഞ്ഞാൽ ഇതിലുള്ള ബിംബങ്ങളും സങ്കല്പങ്ങളും എന്താണെന്ന് അറിയത്തില്ല. കാണുന്നു. അതെ, അതാത് ദേവന്മാരെ പ്രതിപുരുഷനെയാണ്, പ്രതിരൂപത്തെയാണ് ഈ ശിവതയിൽ കൊണ്ടുപോകുന്നത്. ആവാഹിച്ച് വിധിപ്രകാരം പൂജയൊക്കെ ചെയ്ത് ആനയുടെ മണ്ടയ്ക്ക് സ്ഥാനങ്ങളും അതിന്റെ വലിപ്പം എല്ലാം പല ശാസ്ത്രീയ സങ്കല്പങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സമാധി സ്ഥലം ഇത് ഒരുത്തന്റെ സ്മൃതിമണ്ഡപമാണെന്ന് ഒരാളും അംഗീകരിക്കുന്നില്ല. ഒരു ആചാര്യൻ യോഗനിദ്രതയിലേക്ക് പോകുന്ന ഒരാചാര്യന്റെ സമാധിയാണ് ആ സ്ഥലം. അതാണ് ശരിക്കും ഈ പറയുന്ന മണി മണ്ഡപം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ കരിമലയനായാലും കാൽനാനി അരയനായാലും ഇവരൊക്കെ ആരാധിച്ചിരുന്ന അവിടെ ഇന്നും അവർക്ക് ആരാധനത്തേക്ക് അവകാശമുണ്ട്. അതിൻ്റെയാണ് വർഷത്തിൽ 18-ാം പടിയുടെ താഴെ അവർക്കുള്ള വിധിപ്രകാരമുള്ള ഒരു പാട്ട് സമ്മേളനം അവിടെ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? അരയന്മാരുടെ സാധനങ്ങളെല്ലാം വെച്ച് ഭഗവാന് സമർപ്പിച്ച് അവിടെ വെച്ചൊരു പാട്ട് പാടും 18-ാം പടിയിൽ. എന്തുകൊണ്ടത്? ആ പൗരാണികമായ ചടങ്ങ് ഇന്നും അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ക്ഷേത്രം അരയന്റെ ആണോ ഇവിടെ പറയുന്ന തന്ത്രിയുടെയാണോ? അപ്പൊ തന്ത്രിക്ക് എത്ര വിശ്വാസം കാണും ഈ അരയന്റെ കുഞ്ഞായോണ്ട് അവിടെ? അങ്ങനല്ലേ ചിന്തിക്കൂ. പല തന്ത്രിമാരും ചോറ് വാരി കൊടുക്കാൻ വിസമ്മതിച്ച ഒരിടത്ത് വീട്ടിലെ പട്ടിണി അരാജകത്വം മൂലം ഇവരെ കുടുംബക്കാരി സ്ഥാനം ഏറ്റെടുത്ത്. അത് 123 വർഷമായുള്ളൂ. അല്ലാതെ പതിറ്റാണ്ടുകളുടെ ഈ 500 വർഷത്തെ പാരമ്പര്യമൊന്നുമില്ല. പന്തളം രാജകൊട്ടാരം പിടിച്ചെടുത്ത ഈ ക്ഷേത്രം അരയന്മാരെ ഓടിച്ചിട്ട് പിടിച്ചെടുത്തതാ. ഇന്നും അതിന്റെ വ്യവസ്ഥാപിതമായ സംഗതികൾ ഇന്നും അരയന്മാരുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ മകരജ്യോതി എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഭഗവാൻ അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യപ്പൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിച്ച സ്ഥലത്ത് അവരുടെ ജാതീയമായ ആചാരം നടത്തുന്നത് അവിടെ. അത് അവരെ സങ്കല്പം എങ്ങനെയാ? അവരെ മലയേരത്തി പെണ്ണിന് ഉണ്ടായ കുഞ്ഞ് അവിടെ പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് വന്ന കുഞ്ഞായിട്ടല്ല അവർ സങ്കല്പിച്ച് അവിടെ പൂജ നടത്തുന്നത്. അതായത് പന്തളം രാജാവ് കാനനത്തിൽ വേട്ടയ്ക്ക് പോയ സമയത്ത്
അവിടെ വെച്ച് വേഴ്ച നടത്തി ആ വേഴ്ചയിലുണ്ടായ കുഞ്ഞ്. അതാണ് അവരെ സങ്കല്പം. സംശയമുണ്ട് ആരെങ്കിലും എടുത്തോണ്ടെന്ന് ചോദിച്ചു നോക്കിയോ. മറ്റൊരു സങ്കല്പം പന്തളം രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടി അടിച്ചോണ്ട് പോയൊരു ചരിത്രം അല്ലേ? ഇതെത്ര പേർക്കറിയാം? നമ്മളുടെ എല്ലാം മനസ്സിന്റെ ഉള്ളിൽ കഥാരൂപേണ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഗ്രന്ഥകർത്താക്കന്മാർ കഥാരൂപത്തിൽ എഴുതിയ ഒരു കഥയാണ് നമ്മൾ പണ്ട് ഈ നികുംബല പോലുള്ള നാടക ട്രൂപ്പുകളിൽ നിന്ന് കണ്ടത്. അയ്യപ്പൻ ഇത്, മറ്റേ പിന്നെ മഹിഷി ഇത്, ശബരി ഇത്, അല്ലേ, വാവരിത്. ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. അപ്പം ഈ സങ്കല്പങ്ങൾക്കൊക്കെ അധീതനമാണ് ശരിക്കും ശബരിമലയിലെ വിശ്വാസം. ഇപ്പോൾ ഉണ്ടായതെല്ലാം നന്മയ്ക്കും നല്ലതിനും ശുദ്ധീകരണ പ്രക്രിയയ്ക്കൊക്കെ തുടക്കം കുറിയുന്ന സംഭവമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആഗ്രഹിക്കാം. പക്ഷേ ഇനിയും കള്ളന്മാരവിടെ അല്ലേ? 20 ലക്ഷം രൂപ കൊടുത്ത് ഒരു പൂജാരി ക്ഷേത്ര പൂജാരിയായി പോകണമെങ്കിൽ ആ 20 ലക്ഷത്തിന്റെ 100 ഇരട്ടി ലാഭം അയാൾ കണ്ടുകൊണ്ടാണ് അവിടെ 20 ലക്ഷം രൂപ കൊടുക്കുന്നത് അല്ലേ? പണ്ട് 20 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു ശബരിമല പൂജാരിയായിട്ട് പോകണമെങ്കിൽ അല്ലേ? എന്നിട്ട് മാസം പടിയുണ്ട് ഇത്ര രൂപ. എവിടെ മാറാൻ? ഒന്നും മാറത്തില്ല. അതായത് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, രസീതും പടി അല്ലാതെ വരുന്ന ഒരുപാട് സംഗതികൾ എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ട്. 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ എത്ര പേര് രസീത് എഴുതും? അയ്യപ്പന്റെ ഏറ്റവും വലിയ ആളായിട്ടാണ് തന്ത്രിയെ കാണുന്നത്. ഞാനൊരിക്കൽ ഞങ്ങൾ ഇവിടുന്ന് 3-4 പേര് ശബരിമല പോയപ്പം ഇപ്പോൾ കൂടെ വന്ന 2-3 പേർക്ക് തന്ത്രി എടുത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, നമ്മളോട്ട് അടുപ്പുള്ള ആളാണെന്നല്ലോ, പോകാം. ചെന്നപ്പോൾ അവിടെ നിന്നൊരു ശിങ്കിടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ അങ്ങോട്ട് പാനക്കത്തില്ല, അവിടെ 3-4 VVIP ഉണ്ടെന്ന്. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു. കൊട്ടാരക്കരയുള്ള ഒരു മുരാരി എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാൾ, തന്ത്രിയായ ഒരാളുണ്ട്, ഇങ്ങനെ തന്നെ പറഞ്ഞു. നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ആട്ടോ കളഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരനായിരുന്നു, ഇപ്പൊ തന്ത്രിയാണ് പുള്ളി, അയാളാ വന്നേക്കുന്നതെന്ന് പറയാൻ പറഞ്ഞു. പുള്ളി എന്നെ ഞാൻ നോക്കി. ഞാൻ അവിടെ ചെന്നപ്പം കുറച്ച് കെട്ട് നോട്ടുകൾ അവിടെ ഇരിപ്പുണ്ട്, കെട്ട ബണ്ടിലായിട്ട്. പുള്ളിക്കുള്ള കാണിക്കുക, വലിയ തന്ത്രികളെ കാണിക്കയത്. പുള്ളി വലിയ കാര്യമായിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് നെറ്റിയിൽ ഓരോ നാണയം പുള്ളി ഒട്ടിച്ചു കൊടുത്തു. എനിക്കും ഒട്ടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ടൊന്നും തരത്തില്ല, പിന്നെ എനിക്കിത് വേണ്ടല്ലോ. അപ്പം ഈ എത്ര കേട്ട് നോട്ടം നേരം അവിടെ വന്നാണ്. ഇത് ഞാൻ അന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ടിരുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഈ ഒരു വ്യവസ്ഥിതി ഒരിക്കലും മാറ്റാനൊക്കത്തില്ല, ഇത് ഇവിടുത്തെ ഒരു കീഴ്വഴക്കമാണ്. മേൽശാന്തി കിട്ടിക്കുന്ന തന്ത്രിക്കും മറ്റുള്ളവർ കിട്ടുന്ന ഒരു അംശം തന്ത്രിക്കും ഇത് അവർ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, വീതം വെപ്പ. അന്നേരം അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റൂ? അപ്പോൾ ഇത് ഓരോന്നും നമ്മൾക്കറിയാത്തത് കൊണ്ട് ഈ ഉദയനൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയും ജയന്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയും ഈ അരയശ്രീയൊന്നും നമുക്കറിയത്തില്ല. അറിയോ? പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു, അറിയാനായിട്ട് ശ്രമിക്കാറുമില്ല. പലരും ഇത് അറിയിപ്പിക്കാൻ ബാധിതപ്പെട്ടവർ പറഞ്ഞ് അവരെ കൈകാര്യം ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ല, ഞാനൊരു 5-6 വീഡിയോ ആ സമയത്ത് ചെയ്ത്, അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കുറച്ച് പേരെങ്കിലും കണ്ടേ, ബാക്കിയെല്ലാം റിപ്പോർട്ട് അടിച്ച്. അപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ റിപ്പോർട്ട് അടിക്കുന്നേ. എന്നിട്ട് എന്നെ 3-4 പേര് ഫോണിലും വിളിച്ചു, നിങ്ങളാ പറഞ്ഞത് തിരുത്തണം, അല്ലെ നിങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് ഭയങ്കരമായിട്ട് വന്ന് ഭവിക്കും. ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ഓട്ടോറിക്ഷ എടുക്കാനുള്ള മാർഗം എനിക്ക് ഇപ്പോഴും ഉണ്ട്, അതെടുത്താലും സുഖമായിട്ട് എൻ്റെ ജീവിതം നടന്നു പോകും, ഞാൻ പിൻവലിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോഴത്തെ സംഭവങ്ങൾ ശബരിമല ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കോടതിയുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട്. ഈ കോടതി കണ്ടെത്താത്ത പല സംഭവങ്ങളുണ്ട്. കോടതിയുടെ അധീനതയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ കൊടിമരം ഇളക്കിപ്പണിഞ്ഞത്. ആ വീഴ്ച പിന്നീട് കണ്ടെത്താൻ ഒരുപാട് നാളത്ത് അല്ല, അത് അധികം താമസം എടുത്തില്ല. ഭഗവാൻ അത് കണ്ടു കേട്ടോ. ഭഗവാൻ കണ്ടത് കൊണ്ട് കൊട്ടാരക്കരക്കാരനായ നമ്മുടെ രാജഗോപാലേട്ടൻ, പുള്ളിയെ സംബന്ധിച്ച് പുള്ളി വളരെ സാത്വികനാണ്. അദ്ദേഹം ഈ കേസിന് പോയതാണ്. പക്ഷെ കോടതി അദ്ദേഹത്തെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. കാരണം ഇത് മെനക്കെടുത്താൻ വരുന്നുള്ള യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ വളരെ കൃത്യമായിരുന്നു. കാരണം ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ടെന്നും ഈ കൊടിമരം നിർമ്മിക്കാൻ ഇപ്പൊ ആവശ്യമില്ല, അതിന് ബലക്ഷയില്ലെന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് പോയി വാദിച്ചതാണ്. പക്ഷെ കോടതി അംഗീകരിക്കാത്തതുകൊണ്ടാണ്. ശരിക്കും അന്നത്തെ ചാർത്ത് എഴുതിയ
ജ്യോത്സ്യന്മാരെ കൊണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എഴുതിച്ച പറഞ്ഞതിന്റെ ആശയം മനസ്സിലായ. നടക്കുന്നുണ്ട് പലതരത്തിൽ. അപ്പം അത് അന്ന് എഴുതിയ ചാർത്തിനകത്ത് കൊടിമരത്തിനാണ് അപാകത എന്ന് വരുത്തി തീർത്തു. ആ കൊടിമരത്തിന് അപാകത വരുന്ന സമയത്ത് ഭഗവാന്റെ യോഗദണ്ഡ അവിടെ ഇല്ല. അവിടുത്തെ ശാസ്ത്രീയ വിധി പ്രകാരം പറഞ്ഞിരിക്കുന്ന യോഗദണ്ഡം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ഉറങ്ങുമെന്നാ. അപ്പം അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് എത്രയും നാളായി. ഈ ചേട്ടൻ അന്ന് കേസ് തോറ്റിട്ട് വന്നിട്ട് എന്റെ അടുത്ത് വ്യക്തിപരമായി സംസാരിച്ചാണ്. 4-5 വർഷമായിട്ടുള്ളൂ. വളരെ വിഷമത്തോടെയാണ് പറഞ്ഞത്. കോടതിക്ക് പോലും എന്റെ വാദങ്ങളെ അംഗീകരിക്കാതെ അവരുടെ പ്രഷറിന് മുകളിൽ കോടതി അവരുടെ വാദം അംഗീകരിക്കുകയായിരുന്നു. ഇപ്പൊ തിരിച്ചോ? ഇപ്പൊ തിരിച്ച് അത് ഒത്തിരി അതാ പറഞ്ഞ ആ തെറ്റ് 1500 ദിവസം കഴിഞ്ഞപ്പോൾ തിരുത്തപ്പെട്ടു. ഒരുപാട് ദോഷങ്ങളുണ്ടാക്കി ക്ഷേത്രത്തിനും ആരാധനയ്ക്കും വിശ്വാസത്തിനും ഒക്കെ. ഒരുപക്ഷെ അന്ന് അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് പോകത്തില്ലേ? അല്ല, അന്നും ഈ ചൂഷണം ഉണ്ട് അവിടെ. അല്ല, ഉണ്ടെങ്കിലും അതിൽ നിന്നാണ് ആ നിർമ്മാണത്തിൽ നിന്നാണ് പലതിലേക്കും പോയത്. ഒരെണ്ണത്തിൽ നിന്ന് കിട്ടിയ ഒരു ലൂപ്പ് ഹോള് അടുത്ത നിർമ്മാണത്തിലേക്കും പിന്നീട് ഈ പൂശലിലേക്കും ഒക്കെ പോകുന്ന അതിൽ നിന്നാണ്. അതിൽ നിന്നാ ഈ വിജയമല്ലയുടെ കടന്നുകയറ്റമാണ് ഈ പുനർക്രമീകരണങ്ങളെല്ലാം വന്നത്. വിജയമല്ല എന്തിനാ വന്നതെന്നും ഈ തന്ത്രിയായിട്ട് എന്താ സംസാരിച്ചിരിക്കുന്നതും തന്ത്രിക്ക് എത്ര കൊടുത്തതും തന്ത്രിക്കും വിജയമല്ലയ്ക്കും മാത്രമേ അറിയാവൂ. അതിനകത്ത് എല്ലാവർക്കും അറിയാൻ പറ്റിയ രഹസ്യമാണ്. കാര്യം വെച്ചാൽ അന്നത്തെ കാലത്ത് റേഡിയം കണ്ടന്റുള്ള ചില സംഗതികൾ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വിജയമല്ല നാടൊരുപോലെ വല വീശി. ആ സമയത്താണ് സ്വർണത്തിലുള്ള താഴികക്കുടവും സംഗതിയൊക്കെ ചെയ്തിട്ട് കാലങ്ങളോളം പഴക്കമുള്ള ശബരിമല വരുന്ന സാമഗ്രികളൊക്കെ അലയിനടിച്ചുകൊണ്ട് പോകുന്നത്. അതിനകത്തും തന്ത്രിക്ക് കഴിയില്ലേ? ഇപ്പം മനോജ് എടുക്കുന്ന ഒരു സാധനം, അതിൻ്റെ വെയിറ്റും അതിൻ്റെ ഡീറ്റെയിൽസും മനോജിന് മാത്രമേ അറിയാവൂ, അല്ലേ? മനോജ് ഇരുന്ന പേന ഞാൻ എടുത്താൽ എങ്ങനെ ഇരിക്കും? പിന്നെ മനോജിന് പകരം ഒരു പേന വെക്കുക, മനോജ് പിടിക്കത്തില്ലേ അത്? അതുകൊണ്ട് ഇത് നല്ലൊരു തുടക്കമാകട്ടെ. 18 മലയ്ക്കും ഇതൊരു പുനർജീവൻ ക്രമീകരിക്കട്ടെ. ഇത് ആരിൽ നിന്ന് വന്നോ? അതായത് ഈ കരിമല അരയൻ്റെയൊക്കെ സന്താനങ്ങൾ ഇപ്പോഴും കാണുമല്ലോ. കാൽനാനി അരയൻ, കരിമല അരയൻ. എന്തായാലും നാടുള്ളിടത്തോളം മലയാളികളും നമ്മളൊക്കെ ഉള്ളിടത്തോളം കാലം ശബരിമല ഉണ്ട്. ആ ശബരിമല ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കമാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ.